അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ വീട്ടിൽ കല്ലിടലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു വീടെന്നുള്ള സ്വപ്നത്തിന് വേണ്ടി കരഞ്ഞ ഒത്തിരി അമ്മമാരും എല്ലാവർക്കും മുന്നിൽ ഞാനിത് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിടിച്ചോണ്ട് ഇറക്കി തലപ്പോ ഈ പൊടി ഒത്തിരി ഒത്തിരി വലിച്ചാണ്ട് കയറ്റിച്ചാണ് കഴിയണം കല്ല് കഴിയണം. പോലെ പോലെ അന്ന് ഓർത്തിരിക്കും. അപ്പം എൻ്റെ ഇവിടെ നടക്കാൻ പോകുന്നത് സുതിമോളുടെ സ്വപ്നമാണ്. സുതിമോളുടെയും ഹസ്ബൻഡിൻ്റെയും 3 കുഞ്ഞു മക്കളുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ സുതിമോൾക്ക് 1 വർഷം മുമ്പ് വാക്ക് കൊടുത്തിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ വീട് വെച്ച് തരാമെന്ന്. 1 വർഷം മുമ്പാണ്. അപ്പം അത് എങ്ങനെയാണ് ഞാൻ സുതിമോളെ അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുതിമോളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ഫാദർ അജോ, അദ്ദേഹം ഇപ്പോൾ വൊക്കേഷൻ പ്രൊമോട്ടറാണ്. അപ്പം ഇവിടെ അരൂർ തന്നെയാണ് അത് അവരുടെ സെമിനാരിയും മറ്റുമൊക്കെ ഉള്ളത്. അപ്പോൾ അദ്ദേഹം വിളിച്ചെന്നെ ഇങ്ങനെ ഈ കാര്യം അറിയിക്കായിരുന്നു. അപ്പോൾ ഞാൻ സുതിമോളോട് ചോദിച്ചു, സുതിമോളെ നിനക്ക് മീൻസ് എന്താ ഞാൻ ചോദിച്ചു സുതിമോളോട്, കോട്ടയത്ത് വന്ന് താമസിക്കാൻ പറ്റുമോ? അവിടെ ആകുമ്പോൾ നമുക്ക് സ്ഥലവും തരാം, പെരയും വെച്ച് തരാം. അപ്പോൾ കുഞ്ഞു മക്കളെ ഇട്ടിട്ട് പരിചയമില്ലാത്ത സ്ഥലത്ത് പോകാൻ ഒരു ടെൻഷൻ കൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സുതിമോള് ഒരു 5-10 സെന്റ് സ്ഥലം മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സുതിമോൾ അതിനു വേണ്ടിയിട്ട് 1 വർഷം നെട്ടോട്ട് ഓടുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു സ്ഥലം ഒപ്പിച്ചിട്ടുണ്ട്. അതായത് ലോൺ എടുത്താണ് സ്ഥലം മേടിച്ചത്. എത്രയാണ് മോളെ എടുത്ത? മൊത്തം 18 ലക്ഷം രൂപ ലോൺ എടുത്തു. 25,000 രൂപ മാസം അടവ് വരുന്നുണ്ട്. ഏകദേശം 30 വർഷത്തോളമാണ് ഈ അടവ് പൂർത്തിയാക്കേണ്ടത്. ഞാനിതിപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ചോദിക്കും സുതിമോൾ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയി, ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, മഴവിൽ മനോരമയിലൊക്കെ പ്രോഗ്രാം ഉണ്ട്, പൈസയൊക്കെ ഉണ്ടല്ലോ എന്നൊരു ചോദ്യം വരാം. അതിനൊരു മറുപടിയാണ് തന്നത്. ഇവർ ഈ സ്ഥലം മേടിച്ച് തന്നെ ലോൺ എടുത്താണ്. അതിന് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം പിടിക്കാൻ വേണ്ടി നെട്ടോട്ടോടി കഷ്ടപ്പെടുക. അതിൻ്റെ ഇടയ്ക്ക് മക്കളുടെ പഠനം, അല്ലെങ്കിൽ എന്തെങ്കിലും ആശുപത്രി കേസ് അത്, പിന്നെ ബാക്കി എന്താ പറയുക, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, വീട്ടിലെ ചെലവുകൾ എല്ലാം കൂടെ വരുന്നുണ്ട്. ചക്രശ്വാസം വലിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രോമിസ് ചെയ്തൊരു കാര്യം. അപ്പോൾ എനിക്ക് ഇവരുടെ അവസ്ഥയ്ക്ക് കണ്ടിട്ട് വിഷമം തോന്നി. വാക്ക് പറഞ്ഞതാണ്, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും വാക്ക് പറഞ്ഞത് ഏത് നിലയ്ക്കും പാലിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ്. റിസ്ക് എടുത്തിട്ട് ഇന്ന് വന്നിരിക്കുന്നത്, ഇന്ന് തറക്കല്ലിടുകയാണ്. വളരെ മനോഹരമായ ഒരു ഭവനത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ സുതിമോളുടെ അക്കൗണ്ട് ഞാൻ ഇതിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുതിമോളുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ വളരെ സന്തോഷം. ഞാൻ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനു ബാബീസ് എന്നും പറഞ്ഞ ഒരു ഫുഡ് പ്രോഡക്ട്സ് കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുവഴി ഒരുപാട് ഫുഡുകൾ വിൽക്കുന്നുണ്ട്. എക്സ്പെഷ്യലി വിൽക്കുന്നത് അച്ചാറുകളാണ്. അപ്പോൾ അച്ചാറുകൾ വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ട് ആദ്യമേ തന്നെ ഒരു ദൈവത്തിനൊരു കാണിക്ക പോലെ, ദക്ഷിണ പോലെ സുതിമോളുടെ വീട് ഭവനം പണിത് പൂർത്തിയാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
നിങ്ങൾക്കറിയാം ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് അച്ചാറിൽ നിന്നൊക്കെയുള്ള ലാഭമൊക്കെ വളരെ ഇപ്പോൾ തുച്ഛമായിരിക്കും. ആ കൂട്ടത്തിൽ ശ്രുതിമോളെ സഹായിക്കണമെന്ന് തോന്നിയാൽ ശ്രുതിമോളുടെ അക്കൗണ്ടിലേക്ക് ഇടാം. അതും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇതൊരു വലിയൊരു നല്ലൊരു മനോഹരമായ ഭവനമായിട്ട് എത്രയും പെട്ടെന്ന് ഇവർക്ക് താമസിക്കാനുള്ളൊരു ഭവനമാകും. അപ്പോൾ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം അല്ലേ? എന്താ ശ്രുതിമോൾക്ക് എന്താ പറയാനുള്ളത്? സന്തോഷല്ലേ വേണ്ടേ? സന്തോഷം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലാത്ത കാര്യമായിരുന്നു. അപ്പം അതിൻ്റെ സന്തോഷം. അന്ന് എനിക്ക് വാക്ക് പറഞ്ഞായിരുന്നു വേണം. അപ്പോഴും പ്രശ്നമൊക്കെ വന്നപ്പോഴും ഞാൻ പതറിയില്ല കേട്ടോ. വിളിച്ചു വരും, വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ മോളോട് വാക്ക് പറഞ്ഞ് മോക്ക് ഭയങ്കര വിഷമായി പോകും, ഇനി നടക്കാതെ പോകുമെന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ ഓൾറെഡി വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ മേഡത്തിന് നന്നായിട്ട് വിശ്വസിച്ചായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കൊരു വോയിസ് ആ വിഷമത്തിൻ്റെ ഇടയ്ക്കും മേഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, സുതിമോക്ക് ഞാൻ വില വെച്ച് തരാമെന്ന് വെച്ച് തരും, ഉറപ്പാണെന്നൊരു വാക്കൊരു വോയിസ് മറന്നതെന്നറിയില്ല, വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസം ഞാൻ ഇത്ര തോന്നുന്നു. അതെ അല്ലേ? എടുക്കാൻ പറ്റുമോ? അങ്ങനെ തന്നെ വാഴകളുണ്ട്, കല്ലുവാട്ടി കിട്ടും. ആരാ നീ ഇറങ്ങിയല്ലോ? രണ്ടുപേരും ഇറങ്ങി ഇറങ്ങിയോ? ഇതിനൊന്ന് കല്ല് മേടിച്ചോളൂ, ഞാൻ ഇറങ്ങിക്കോളാം. ആവശ്യം അതിന് കാര്യം ആറ്റ കല്ലും കൂടെ എടുത്തോ. ആ കല്ലും കൂടെ എടുത്തു. ഇല്ല 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 സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. കുടുംബത്തിൽ ഒരു ഭവനത്തിന് കറക്കലിടുകയാണ്. ഒരുപാട് കൊതിച്ച് ഒരു സുന്ദര മുഹൂർത്തമാണിത്. ഒത്തിരി വേദനയിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോയതാണ്. ഇനി അങ്ങോട്ട് ഈ കുടുംബത്തിൽ ഇപ്പോൾ പണിയാൻ പോകുന്ന പുതിയ ഭവനത്തിൽ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ എൻ്റെ കൃപയും അനുഗ്രഹവും തരണമേ. താമസിയാതെ തന്നെ എല്ലാവിധ തടസ്സങ്ങളും മാറി ഈ ഭവനം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുവാനും വേണ്ടി കൃപയും അനുഗ്രഹവും തരണമേ. അമ്മയും എന്റെ കാല കയറ്റി വെച്ചിട്ട് ഞാൻ കരഞ്ഞത്, നീ എന്തിനാ കരഞ്ഞത്? അയ്യോ ഇവനെ ആള് മാറി ഇവന്റെ കൈ പിടിച്ച് ഓടിച്ച് കഴിച്ചാൽ ഞങ്ങളാണെങ്കിൽ വന്നപ്പോ ലേറ്റ് ആയി, പിന്നെ പൊരിഞ്ഞ വിശപ്പ്. പിന്നെ സുതിമോളെ നോക്കേണ്ട നേരമില്ലല്ലേ? ആണോ? എന്നെ ഉണ്ടാക്കുന്നു രാവിലെ ഇഡലിയും സാമ്പാർ. ആണോ? ഇവന് മുട്ടയും മുറിക്കുന്നതും പഴവും. അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ, ആണോ? ഇതിനെ കൊണ്ടാക്കിയിട്ട് നേരത്തെ ഇറങ്ങിയത്. നിങ്ങളുടെ ഈ സിറ്റി ഭയങ്കര ബ്ലോക്കാണല്ലോ, പനങ്ങാട് വിട്ട അരുവിൽ. ആ ശരിയാ, ഭയങ്കര ബ്ലോക്കാ. ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്, ഭയങ്കര തിരക്കാ, വഴിയും കൊള്ളത്തില്ല. അയ്യോ കൊച്ചുങ്ങളൊക്കെ ട്രോളുന്നു ഫിനീഷനെ. കൊച്ചുങ്ങൾ വന്ന് ട്രോളി വെച്ച് അവൻ കുനിഞ്ഞിരുന്ന്. നമ്മൾ പണ്ടേ ആഞ്ഞി കഴിച്ച സമാധാനം കഴിച്ചു.
ശരിക്കും താങ്കൾക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? എന്താണ് ശരിക്കും താങ്കൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്? നല്ല സന്തോഷമുണ്ട്. എന്താണ് ശരിക്കും സന്തോഷത്തിന്റെ കാര്യം? സന്തോഷത്തിന്റെ കാര്യം ഞങ്ങൾക്കൊക്കെ ഇടക്ക് വന്ന് പോയിരിക്കണമെങ്കിൽ വീടായി. അയ്യോ എന്റെ മൂത്ത കൊച്ചാണ് കേട്ടോ. ആ അതില്ലേ നിങ്ങൾക്ക് എന്താണ് ഉണ്ണിച്ചേട്ടാ ഈ വീടിനെ പറ്റി പറയാനുള്ളത്? ഇതിനെപ്പറ്റി നമ്മളെ കുറിച്ച് നമുക്ക് ഒരു പരമാവധി നമ്മളെ എന്റെ യാർത്തി ഞാൻ ചിക്കൻ ചിക്കൻ പട്ടിക്കാണ് പട്ടിക്ക്. ഹായ് എന്നാണ് വിശേഷം? ചിറ്റപ്പന്റെ ചിറ്റയുടെ വീടിന്റെ കല്ലിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല കല്ലായിരുന്നു. നല്ല കല്ലായിരുന്നു. ഭംഗിയുള്ള കല്ലായിരുന്നു. നോക്കടാ നാണിക്കുന്നു എന്റെ ഗോപുന്റെ കൊച്ച് ചേർത്തി. ഹായ് ഒക്കെ ചെയ്ത് വീടിയാ എന്റെ മൂത്ത താത്തൂൻ ഉള്ളതിനുള്ള ഏറ്റവും മൂത്ത താത്തൂൻ. പൊന്നെ എടെ ചുണ്ടരാ നീ എന്നാടാ എന്നാ നിനക്ക് ചുണ്ടരല്ലോ. കൊച്ചു കഴിക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സൂചിച്ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. സൂചിച്ചേച്ചി എങ്ങനെ സന്തോഷമല്ലേ? തീർച്ചയായും പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ലില്ല, നിങ്ങൾ ഇവരൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രമോദാട്ടിനെ തിരുമാവച്ചേട്ടനെ മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നെന്നും പറഞ്ഞ് വന്നാലും കുഴപ്പമില്ല. പനിഞ്ഞേരി വന്നാൽ നമുക്ക് ഇഷ്ടം കുഴപ്പമില്ല. സാരമില്ല, ഞങ്ങൾ കഴിച്ചോളാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പൊ ബാക്കിയുള്ളവരെ കാണിച്ചേക്കാം. ഒരു ഹായ് വിടണ. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. ചേച്ചിക്ക് ഭയങ്കര സന്തോഷം. അത് മതി. ഭയങ്കര സന്തോഷം. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏറ്റവും പണിപ്പോ ബാസ്റ്റിന് എനിക്ക് മനസ്സിലായി എന്റെ അണ്ണാച്ചിമാരാന്ന് ഓർത്ത് ഞാൻ അവിടെ. ആ ബാസ്റ്റിന്റെ മുഖം ഒന്ന് കാണാം. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ. പ്രമോദന്റെ ഒക്കെ ഭയങ്കര അല്ലേ? ശരിക്കും താങ്കൾക്ക് ഈ സുതിമോടെ കല്ലിട ചടങ്ങിനെ പറ്റി എന്താണ് സംസാരിക്കുന്നത്? അല്ല, കല്ലിട ചടങ്ങിനെ പറ്റി എന്താണ് സംസാരിക്കാനുള്ളത്? കല്ലിട ചടങ്ങ് ഗംഭീരമായി. എന്തായാലും സുതിമോൾക്ക് എല്ലാവിധ ആശംസകൾ. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ സുതിമോൾ. ദിനേശണ്ണൻ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? സന്തോഷം. സുതിമോളുടെ വീടിന്റെ കല്ലിടൽ കർമ്മമാണ്. എല്ലാരും ഉണ്ട്, അടിച്ചു പൊളിക്കുക. ഇങ്ങോട്ട് വേണം. നിനക്ക് ചേച്ചിയുടെ കല്യാണ ചടങ്ങിനെ പറ്റി എന്താണ് സംസാരിക്കാനുള്ളത്? കല്യാണ ചടങ്ങ് കല്യാണ ചടങ്ങ് നമ്മൾ അണ്ണനോട് ചോദിച്ചിട്ട് പറയാം. അണ്ണ എവിടെ? കല്യാണ ചടങ്ങ് സ്റ്റോൺ. നമ്മളിനി ഫസ്റ്റ് തുടക്കം തൊട്ട് വന്ന് ഇനിയിപ്പം ബാലികാച്ചിന് വരും, എല്ലാത്തിനും നമ്മൾ വന്നിരിക്കും. അപ്പൊ അപ്പോഴും നമ്മൾ ഉറപ്പായിട്ടും വീട്ടിൽ വന്നിരിക്കും. സംഭവം സുചേച്ചിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ കല്ല് അവരിട്ടിട്ട് ബാക്കി പണിയെല്ലാം ഞങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മളെല്ലാ പണിയും ചെയ്യും. പെയിന്റിംഗ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്, അഖിലുണ്ട്, കമ്പിപ്പണിക്കാരുണ്ട്. കമ്പിപ്പണിയുടെ ഇടയ്ക്കുണ്ട്. സ്വന്തമായിട്ട് കുട്ടയുള്ളവൻ. കൊട്ട വൈറ്റ് വെച്ച് ഒളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. സിമെന്റ് ചാക്ക് എടുക്കാൻ വേണ്ടി എത്ര കിലോ വെള്ളം എടുക്കും കേട്ടോ? അതെ അതെ അതെ. ഇവൻ ചോദിക്കാം 50 കിലോ സിമെന്റ് ചാക്ക് എത്രയുണ്ടോ? സന്തോഷം. അങ്ങനെ ഞാൻ ഈ വ്ലോഗ് സൂചിച്ചിനെ കൈമാറുകയാണ്. ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ മക്കളെല്ലാവരും കൂടി വരുമോ. ഞങ്ങൾ വന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം. അത് ഭയങ്കര സന്തോഷം. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായപ്പോൾ ഇവർ വന്നതാണ്.